الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാദിയാണ് നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവിധങ്ങളായ പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നമ്മളൊക്കെ. കുടുംബത്തിനും മുമ്പിലൊക്കെ വിവിധ രോഗങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, ശാരീരികമായ മാനസികമായ പിരിമുറുക്കങ്ങളുണ്ട്. പലതിൻ്റെയും നടുവിലാണ് നമ്മളൊക്കെയുള്ളത്. എല്ലാവരും ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നവരാണ്, അതിന് ആഗ്രഹിക്കുന്നവരും. എന്നാൽ ഈ പ്രതിസന്ധികൾക്ക് മാർഗങ്ങൾ ആരായുന്നത് പലരും പല രീതിയിലാണ്. ആത്മഹത്യ പരിഹാരമായി കാണുന്നവരുണ്ട്. അതേപ്രകാരം മയക്കുമരുന്നുകളും അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ പരിഹാരമായി കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ പരിഹാര മാർഗങ്ങൾ ആരായുന്നവരാണ്, അന്വേഷിക്കുന്നവരാണ് സമൂഹത്തിലുള്ള ആളുകളൊക്കെ. ഇത്തരം ചില പരിഹാര മാർഗങ്ങളായിട്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മന്ത്ര തന്ത്ര വാദികൾ അരങ്ങുവാഴുകയും അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഈ സമൂഹം എത്തിപ്പെടുകയും അത് കാരണത്താൽ ജീവനും സമ്പത്തും അഭിമാനവും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഇത്തരം പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ച് പോകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിവേഗത്തിലാണ് അല്ലെങ്കിൽ ബഹുദൂരമാണ് ഇന്ന് ആത്മീയ വ്യവസായത്തിന്റെ വളർച്ച. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഭീതിമാരെയോ മറ്റോ പെട്ടെന്ന് പിടിക്കപ്പെടുമ്പോൾ
കാണപ്പെടുന്നത് മാത്രമല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതികളായിക്കൊണ്ടിരിക്കുന്നവരും പകൽ മാന്യന്മാരായ പലരും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയും അവിടുന്ന് അവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. ചെറിയ വലിയ നീളുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ജലദോഷം മുതൽ ക്യാൻസർ വരെ ഭേദമാക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിയും. നിങ്ങളുടെ എല്ലാവിധ ദാരിദ്ര്യങ്ങളും ഞങ്ങളുടെ ഒരു തടവൽ കൊണ്ടോ, ഞങ്ങളുടെ ഒരു നൂല് കൊണ്ടോ, ഞങ്ങളുടെ ഒരു ഐക്കല്ല് കൊണ്ടോ നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. നിങ്ങളൊരു 100 പവൻ തന്നാൽ ഒരാഴ്ച കൊണ്ട് അത് 200 പവനാക്കി ഞങ്ങൾ അങ്ങ് തിരിച്ചു തരാം, അതിന് മാത്രമുള്ള കഴിവുകൾ ഞങ്ങൾക്കുണ്ട് എന്ന ഒരു വിശ്വാസം ഈ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു റുഖയ്യ ശർഅയ്യയുണ്ട്. ആ മന്ത്രം ഏതെങ്കിലും തന്ത്രങ്ങളല്ല, ഏലസുകളോ ഐക്കല്ലുകളോ ഉറുക്കളോ പിഞ്ഞാണമെഴുത്തോ അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ റുഖയ്യ മന്ത്രം എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയല്ലാത്ത ഒരു മന്ത്രവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അത് ആരോട് മാത്രം? അല്ലാഹുവിനോട് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ജ്യോതിഷത്തിന്റെ പേരോ, അതല്ലെങ്കിൽ പണിക്കരെന്നോ, തങ്ങളെന്നോ, ബീവിയെന്നോ, മുസ്ലിയാരെന്നോ, മൗലവിയെന്നോ പേരെന്തിട്ടാൽ സംഭവമൊക്കെ ഒന്നാണ്. ഇപ്പൊ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ പരിധി നടക്കുന്ന നമുക്കറിയാം എന്തെല്ലാം ലൈവുകളാണ് പുരോഹിതന്മാരിടുന്നത്. എന്തെല്ലാം ലൈവുകൾ! ജൻസെ മദീന, മജ്‌ലിസുൻ നൂർ, അതുപോലെ വിവിധങ്ങളായിരിക്കുന്ന മജ്‌ലിസുകൾ സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മുടെ മുൻഗാമികളായ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഇരുന്നിരുന്ന ആ സമയം ഇന്ന് യൂട്യൂബിന്റെ ലൈവിന്റെ മുമ്പിലാണ്. അവരുടെ ആഗ്രഹം എന്താണ്? ഏതൊരു ലൈവ് ഇടുമ്പോഴും, ഇന്നലെ വെറുതെ വിഷയമായിട്ട് ഇങ്ങനെ പരതി നോക്കുമ്പോ യൂട്യൂബിൽ പോയി ഒന്ന് ലൈവ് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ലൈവുകളാണുള്ളതെന്ന് അറിയാൻ കഴിയും. കുറെ ലൈവുകൾ കാണാൻ കഴിയും. കുറെ തങ്ങന്മാരുടെയും മുസ്ലിയാക്കന്മാരുടെയും ലൈവ് ഉണ്ട്. ആ ലൈവിലൊക്കെ അവർ വെണ്ടക്ക അക്ഷരത്തിൽ ആദ്യമായി എഴുതി കൊടുത്തിട്ടുള്ളത് 10,000-കണക്കിന് ആളുകൾക്ക് അത്ഭുതം ലഭ്യമായിട്ടുള്ള സ്വലാത്ത്, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുള്ള പലതും, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പാവങ്ങളാകുന്ന ആളുകളെ ഇവരൊക്കെയും വശീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഇടയിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. എന്നാൽ ഇവർക്ക് വല്ല പരിഹാരമുണ്ടോ? ക്യാൻസർ പോലും മാറ്റാൻ കഴിയുന്ന വലിയ മഹാന്മാരുണ്ട് എന്ന, പക്ഷേ സ്വന്തം കുടുംബത്തിലെ പെണ്ണുങ്ങൾ തെറ്റിപ്പോയപ്പോ അതൊന്ന് മാറ്റിക്കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ചെറിയ ശത്രുക്കൾ തമ്മിലുള്ള ദോഷങ്ങളുണ്ടോ? കടക്കാർ തമ്മിലുള്ള പ്രയാസങ്ങളുണ്ടോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട വല്ല തടസ്സങ്ങളുണ്ടോ? മകനക്ക് കല്യാണം കിട്ടാത്ത പ്രശ്നമുണ്ടോ? നിങ്ങളുടെ വസ്തു വിൽക്കാതെ പോകുന്നുണ്ടോ? തൊഴിലില്ലാത്ത പ്രയാസങ്ങൾ, പ്രവാസ ലോകത്തേക്ക് പോയിട്ട് അവിടെ ജോലിയില്ലാത്ത കഷ്ടപ്പാടുകൾ, കഫീലുകൾ പ്രയാസപ്പെടുത്തുന്നത്, പ്രേമനൈരാശ്യങ്ങളുണ്ടോ? എന്തിന് പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കാണാൻ കഴിഞ്ഞത് സൗന്ദര്യ വർധനവിന് പോലും അറബിക മാന്ത്രികമുണ്ടെന്നാണ്. അത്തരത്തിൽ പോലും ഈ പാവങ്ങളാകുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ചെറിയ പരൽ മീനുകൾ മാത്രമല്ല ഇവരുടെ കെണിയിൽ വീഴുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ വാടിച്ചെടുക്കാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസമുള്ള, ഭൗതികമായ ഒരുപാട് ഉന്നതികളിലേക്ക് എത്തിയിട്ടുള്ള, സമ്പന്നത അല്ലാഹു തആല അതിവരുമോളം അവരുടെയും അവരുടെ പിൽക്കാലത്തുള്ള തലമുറകൾക്കും ജീവിക്കാനുള്ള സമ്പത്ത് കൊടുത്തിട്ടുള്ള ആളുകൾ പോലും ഇത്തരം ജിന്നമ്മമാരുടെയും ജിന്നപ്പമാരുടെയും കെണിയിൽ വീഴുന്നു എന്നറിയുമ്പോഴാണ് ഈ സമുദായം എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു വസ്തുത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും അറിയേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആശ്വാസവും മനഃശാന്തിയും തേടി ഇത്തരം തങ്ങന്മാരുടെയും ഇത്തരം ബീവിമാരുടെയും ജ്യോത്സ്യന്മാരുടെയും സന്നിധാനത്തിലേക്ക് പോകുന്നവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രേത ജിന്ന് ചാത്തൻ കൂട്ടിയാട്ടങ്ങൾ
അതേ പ്രകാരമുള്ള ആൾ ദൈവങ്ങൾ ഒരുപാട് വിഷയമുണ്ടല്ല, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഇത്തരം മേഖലകളിലേക്കൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പോകുന്നതിന്റെ കാരണം എന്താ? ഒന്നുകിൽ സാമ്പത്തികമായിരിക്കുന്ന പെട്ടെന്ന് എനിക്ക് സമ്പന്നനാകണം, കയ്യനങ്ങാതെ മേലനങ്ങാതെ ജോലിയെടുക്കാതെ പെട്ടെന്ന് പണക്കാരനാകണം എന്ന ചിന്തയാണ്. ഇത് സംഘടിക്കുന്ന ആളുകളോ തേരാപാര നടന്നിട്ടുള്ള ഉമ്മമാരും ഉപ്പമാരും, പഴയ കാലത്തൊക്കെ ഔലിയാക്കളും അതുപോലെ ജ്യോത്സ്യന്മാരും പണിക്കന്മാരും തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് ആ മേഖലകളിലേക്ക് ബഹുദൂരം എന്നോണം അതിശീഘ്രമായി സ്ത്രീകളും വനിതകളും പ്രവേശിക്കുന്ന ഒരു രംഗമാണ് ഞാനും നിങ്ങളും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം ക്ഷുദ്രജീവികൾക്ക് ഒത്താശ പാടുകയോ അങ്ങോട്ട് പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വിശ്വാസികളാകുന്ന ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് പോകുന്നതിനുള്ള കാരണം അതല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഒന്നുമില്ലാതെ വെറും കയ്യുമായി നടന്നിട്ടുള്ള ആളുകൾ മാസങ്ങളെ കൊണ്ട് ആഴ്ചകളെ കൊണ്ട് വലിയ സമ്പന്നന്മാരായി മാറുന്നു. അവർക്ക് പോലും ഓർക്കാൻ കഴിയാത്ത വലിയ ബംഗ്ലാവുകൾ എടുക്കുന്നു, വലിയ 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 വാഹനങ്ങൾ സംഘടിപ്പിക്കുന്നു. അവരുടെ യാത്ര, ആഡംബര ജീവിതം, അവരെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ചോറ്റു പട്ടാളങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട്. പ്രചാരകന്മാരായി ധാരാളം ആളുകളുണ്ട്. എന്നിട്ട് അവർ പടച്ചുവിടുന്ന ഇത്തരം നുണക്കഥകളെ വിശ്വസിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയാണ് ഭാവിയിൽ. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്, സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിയാരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാ, എന്റെ അടുക്കലേക്ക് അള്ളാന്റെ റസൂല് വന്നിട്ടുണ്ട്, അള്ളാന്റെ റസൂല് വന്നിട്ട് 3 ഏക്കർ സ്ഥലം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതിനെന്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും വിശ്വസിക്കുകയും കണ്ണടച്ച് വിശ്വസിച്ചിട്ടുള്ള സമുദായമാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരൊക്കെ നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിമാനവും ഒരു വേള നമ്മുടെ ശരീരവും കൊണ്ട് ഇവർ പോകും. പക്ഷേ നമ്മുടെ ഈമാനും നമ്മുടെ പരലോകവും അതോടോട് കൂടെ നഷ്ടപ്പെടും എന്ന ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. വളർന്നു വരുന്ന ചെറുപ്പക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താ ഒരു തങ്ങളടുത്തേക്ക് പോയാൽ, എന്താ ഒരു ബീവി ഉമ്മയുടെ അരികിലേക്ക് പോയാൽ, എന്താണ് ഒരു മജ്‌ലിസുന്നൂറിന്റെയോ ജൻസെ അതല്ലെങ്കിൽ അതേപോലുള്ള സോഷ്യൽ മീഡിയകളിൽ നടത്തപ്പെടുന്ന ഈ യൂട്യൂബ് ചാനലുകളുടെ യൂട്യൂബർമാരുടെ അതിന്റെ മുമ്പിൽ പോയിരുന്നാൽ എന്താണ് നഷ്ടം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ദുനിയാവിൽ ഒരു പക്ഷേ മാനസികമായ കുറച്ചു നേരത്തേക്ക് ഒരു ഇഷ്ടവും അതല്ലെങ്കിൽ മറ്റു പലതും കിട്ടി എന്ന ഒരു തോന്നലുണ്ടാകാം. പക്ഷേ മരണത്തോടുകൂടെ എല്ലാം നഷ്ടപ്പെടും എന്ന ഒരു ചിന്ത. കാരണം ഇത്തരം ചിന്തകളിലൂടെ ഉണ്ടാകുന്നത് ഒന്ന് റഹ്മാനായ റബ്ബിലോടുള്ള വിശ്വാസമില്ലായ്മയാണ്. ഏതൊരു തങ്ങളുടെയും ബീവിമാരുടെ അരികിലേക്ക് പോകുന്നവര് നഷ്ടപ്പെടുന്നത്, ആ പോക്കോടുകൂടെ നഷ്ടപ്പെടുന്നത് അള്ളാഹുവിലുള്ള തവക്കുലാണ്, റഹ്മാനായ റബ്ബിലുള്ള വിശ്വാസമില്ലായ്മയാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കഴിയൂ. എനിക്കെല്ലാം തന്നത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ് എനിക്കെല്ലാം തന്നത്. ആ അള്ളാഹു തന്നതിനപ്പുറം മറ്റൊന്നും എനിക്ക് വാങ്ങിത്തരാൻ ലോകത്തൊരു ഉമ്മക്കും കഴിയില്ല, ഒരു ഷേഖിനും കഴിയില്ല, ഒരു ബീവിമാർക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് ഇത്തരം മന്ത്രവാദികളുടെ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. റബ്ബ് തന്നത് 200 ഭവനാണെങ്കിൽ അത് 250 ആക്കി തരാൻ ഒരു ജിന്നിനും ഒരു മലക്കിനും ഒരു ഔലിയക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയില്ല. ആ ബോധമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഉമ്മമാരുടെ കാലിന്റെ അടിയിൽ കൊണ്ടുപോയി ഈമാന് പണയം വെക്കുക? പിന്നെയോ കൂടുതൽ അള്ളാഹുവിനെ മാത്രമേ കൂടുതൽ തരാൻ കഴിയൂ. അതോടുകൂടെ ഞാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, പക്ഷേ എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോ എന്റെ റബ്ബ് എനിക്ക് തന്ന ഈ സുഖ സൗകര്യങ്ങളും ഈ ആരോഗ്യവും തന്നെ അൽഹംദുലില്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ പോകാൻ പാടില്ല. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാവുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ സഹോദരങ്ങളെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അതോടുകൂടി രണ്ടാമതൊരു കാരണം പോകാനും അതുപോലെ ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കുവാനും
യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കുവാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും ഒക്കെയുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേലനങ്ങാതെ ഒരു പണിയും എടുക്കാതെ 10 രൂപ ആ യൂട്യൂബ് ചാനൽ കൊണ്ടും അതുപോലെ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാക്കാമെന്ന ആഗ്രഹമാണ്. പോകുന്നവർക്കും ആ ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും സമ്പത്തിനോട് ആർത്തിയുണ്ടാകരുത്, അമിതമായ ആഗ്രഹം പാടില്ല എന്ന കൃത്യമായ ഒരു പാഠം തീർച്ചയായും ഈ വിഷയത്തിൽ നമുക്കുണ്ടായാൽ നമുക്കൊരു കേന്ദ്രത്തിലേക്കോ അട്ടിപ്പിക്കാനും പോകേണ്ടി വരില്ല. നമ്മൾക്കൊരു കച്ചവടമുണ്ട്, ആ കച്ചവടത്തിനപ്പുറം വേറെ ആരോ വന്നിട്ട് ഒരു കച്ചവടം തുടങ്ങിയപ്പോ അവൻ എന്തോ എനിക്ക് സീറോ അല്ലെങ്കിൽ മാരണോ മറ്റോ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന് കരുതിയിട്ട് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ വിശ്വാസമാണ്, വിശ്വാസത്തിനാണ് അപജയം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര നമുക്ക് റബ്ബ് തീരുമാനിച്ചോ അതേ നമ്മുടെ കച്ചവടം കിട്ടൂ. ഏതെങ്കിലും ബീവിമാരെ ഒരു ഐക്കല്ല് തന്നാൽ നമ്മുടെ കച്ചവടം വർദ്ധിക്കുകയില്ല എന്ന ഈമാനാണ് നമുക്കുണ്ടാവുക. എത്ര നമുക്ക് അല്ലാഹു തന്നാലും പോകുമ്പോ നമ്മളൊക്കെ കൊണ്ടുപോകുന്നത് 3 കഷ്ടം തുണിയാണ്. അതിനേക്കാൾ കൂടുതൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. നമ്മൾ വലിയ സമ്പന്നനാണ് എന്ന് കരുതി നമ്മുടെ ഖബറിൽ ആരും കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരികയില്ല. ഈ ഒരു ചിന്തയുണ്ടായാൽ ഒരിക്കലും അൽഹംദുലില്ലാ എന്ന് പറയാതെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹവും ആർത്തിയും വെച്ച് ഞാനും നിങ്ങളും പോവുകയില്ല. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിടത്ത് നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. സമ്പത്തിനോടുള്ള അമിതമായ ആർത്തിയാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണമെങ്കിൽ മൂന്നാമത്തെ കാരണം ഇവർക്കൊക്കെ അദൃശ്യപരമായ കാര്യങ്ങൾ അറിയും എന്ന ഒരു വിശ്വാസമാണ്. പഴയ കാലം മുതൽ സൂഫിയാക്കളിൽ നിന്ന് തുടങ്ങിയതാണ്, ഷിയാക്കളിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയതാണ്. ഇത്തരം ജിന്നുമ്മമാരെയും അതുപോലെയുള്ള അത്തരത്തിലുള്ള ഇസ്ലാമിക മാന്ത്രികം എന്ന പേര് വെച്ചുകൊണ്ട് നടക്കുന്ന ഏത് കള്ള വർഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അതിന്റെയൊക്കെ പിന്നിൽ മറ്റു പല നേരത്തെ ഞാൻ സൂചിപ്പിച്ച വലിയ സ്രാവുകളും വലിയ തിമിംഗലങ്ങളുടെയും കൃത്യമായ സപ്പോർട്ടോടുകൂടെയോ എല്ലാവിധ ആശീർവാദത്തോടുകൂടെയുമായിരിക്കും ഇവരുടെയൊക്കെ ഇത്തരം പരിപാടികൾ നടക്കുക. അവരൊക്കെ ധരിപ്പിച്ചിട്ടുള്ളത് അവർക്ക് അദൃശ്യപരമായ കാര്യങ്ങൾ അറിയുമെന്നതാണ്. നാം ഏതെങ്കിലും ഒരു ബീവിയുടെ അരികിലേക്കോ തങ്ങളുടെയോ പണിക്കരുടെയോ ജ്യോത്സ്യരുടെയോ തങ്ങന്മാരുടെയോ ഇത്തരം മന്ത്രതന്ത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ റഹ്മാനായ റബ്ബിന്റെ വാക്കുകളെ ധിക്കരിച്ചു കൊണ്ടല്ലാതെ പോകാൻ നമുക്ക് കഴിയില്ല. അവരെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ആ പോക്കോടുകൂടെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതോടുകൂടെ വിശുദ്ധ ഖുർആനിലെ നിരവധി ഒരുപാട് ആയത്തുകളെ മാറ്റി വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് കേന്ദ്രത്തിലേക്ക് പോകാൻ കഴിയില്ല. അദൃശ്യമറിയാൻ ലോകത്തൊരാൾക്കും അറിയില്ല. റഹ്മാനായ റബ്ബിനല്ലാതെ എത്ര ആയത്തുകളാ വിശുദ്ധ ഖുർആനിലുള്ളത്? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത് അല്ലാഹു പറയാ, റസൂലുള്ളാഹിനോട് നബിയെ പറഞ്ഞു കൊടുക്കുക, ലാ യഅലമു അറിയില്ല മൻ ഫിസ് സമാവാതി വൽ അർള, ആകാശഭൂമികളിലുള്ള ഒരാൾക്കും അത് മലക്കാകട്ടെ, അത് ജിന്നാകട്ടെ, അത് പിശാചുക്കളാകട്ടെ, അതല്ല നമ്മുടെ ഈ മന്ത്രവാദികളാകട്ടെ, അതേത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ആകാശഭൂമികളിലുള്ള ഒരാൾക്കും അറിയില്ലെന്ന് നബിയെ ഈ സമൂഹത്തോട് പറയണം. എന്തറിയില്ല? അൽ ഗൈബ, അദൃശ്യമറിയില്ല. ഒരാൾക്കും അറിയില്ല ഇല്ലല്ലാഹ്, റഹ്മാനായ റബ്ബിന് മാത്രമേ അതറിയൂ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂന, എന്നാണ് പുനർജന്മം ഉണ്ടാവുക എന്നത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിനെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി വിശദീകരിച്ചതായി നമുക്ക് കാണാം. അല്ലാഹു റസൂലുള്ളാഹിനോട് പറയുന്നത് മുഅല്ലിമൻ പഠിപ്പിച്ചു കൊടുക്കണം, ലിജമീഅൽ ഖൽഖി എല്ലാ ആളുകളെയും പഠിപ്പിക്കണം. എന്ത്? അന്നഹു ലാ യഅലമു, ഒരിക്കലും അറിയുകയില്ല, അഹദുൻ ഒരാളും അറിയില്ല, മിൻ അഹ്ലി സമാവാതി വൽ അർദ്, ആകാശ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്കും അറിയില്ല. അൽ ഗൈബ, അദൃശ്യമറിയാൻ കഴിയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല, നമ്മുടെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ അറിയാൻ കഴിയില്ല, നമ്മുടെ പ്രതിസന്ധികളെ അറിയാൻ കഴിയില്ല. ആർക്കല്ലാതെ? ഇല്ലല്ലാഹ്, റഹ്മാനായ റബ്ബിനെ അല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല. അന്നഹു ഹുവൽ മുഖ്തസ്സു ബിഇൽമിൽ ഗൈബ്,
അദൃശ്യമറിയുക എന്നത് റഹ്മാനായ റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്. അതൊരു ബീവിക്കോ തങ്ങൾക്കോ അതല്ലെങ്കിൽ മന്ത്രവാദികൾക്കോ അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. ഈ ആയത്ത് മാറ്റി വെച്ചുകൊണ്ടല്ലാതെ ഒരു മന്ത്രവാദ കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. മാത്രവുമല്ല, പ്രവാചകന്മാരെ ഏകോപിച്ച കാര്യമാണ്. ഒരു പ്രവാചകനും ആ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അദൃശ്യം ഏതെങ്കിലും ഔലിയാക്കൾക്ക് അറിയുമോ, ദേവിമാർക്കറിയുമോ, തങ്ങന്മാർക്കറിയുമോ എന്ന കാര്യം ഒരാൾക്കും തർക്കമില്ലാത്തതായിരുന്നു. അതിലെ ഗോപമായിരുന്നു. വല അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, വല അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹ്. നബിയെ പറയണം, അല്ലാഹുവിന്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലാണെന്ന് ഞാൻ പറയുന്നില്ല. വല അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയുമെന്ന വാദം എനിക്കില്ല എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, ഖുൽ നബിയെ പറയുക, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ, റഹ്മാനായ റബ്ബ് തീരുമാനിച്ചാലല്ലാതെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്താൻ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം നമുക്കുണ്ടാക്കാൻ റഹ്മാനായ റബ്ബ് തീരുമാനിച്ചാലല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് സൂറത്തുൽ അഅറാഫിലെ 198-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, വലൗ കുന്തു, ഞാനാണെങ്കിൽ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സറതു മിനൽ ഖൈരി, ധാരാളം നന്മ ഞാൻ ചെയ്യുമായിരുന്നു, വർദ്ധിക്കുമായിരുന്നു. വലാ മസ്സനി യസ്സൂഅ്, ധാരാളം നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുകയും ഒരു തിന്മയും എന്നെ പിടികൂടുകയും ചെയ്യുകയില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ റസൂലിന് ധാരാളം വേദനകൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം എന്നെ ബാധിച്ചത് എനിക്ക് അദൃശ്യം അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോ ഈ ആയത്തുകളെ മുഴുവനോ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ടല്ലാതെ ആരുടെയെങ്കിലും ഈ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല എന്ന കൃത്യമായ പാഠമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയാൽ അള്ളാഹുവിന്റെ റസൂല് നൽകുന്ന ചില താക്കീതുകളുണ്ട്. അവനെ പിന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എണ്ണാൻ പറ്റൂല. പിന്നെ അത് കഴിഞ്ഞ് ജോത്സ്യന്റെയോ ബീവിയുടെയോ തങ്ങളുടെയോ മുസ്ലിയാക്കന്മാരുടെയോ ഷേഖന്മാരുടെയോ അരികിലേക്ക് പോയി അവന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അവരെ കുറിച്ച് ഏലസും മൈക്കല്ലുകളും നൂലും പിഞ്ഞാണവും കൊണ്ടുവന്ന് ഇവൻ വീട്ടിൽ കുഴിച്ചിട്ട് പഴയിൽ കലക്കി എന്താണോ ചെയ്തത് ആ ചെയ്യുന്നതോടുകൂടി അവൻ മുസ്ലിം അല്ല. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്ന ബോധമുണ്ടാകണം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന നോക്ക്, മന്നത്താ കാഹിന, ആരെങ്കിലും ഒരു കാഹിനിനെ സമീപിച്ചു, ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, അല്ലെങ്കിൽ വസാഹിറ, ആരെങ്കിലും ഒരു സാഹിറിനെ സമീപിച്ചു, ഫസദ്ദഖഹു, എന്നിട്ട് ആ സാഹിർ പറയുന്നതിനെ അതല്ലെങ്കിൽ ആ ജ്യോത്സ്യൻ പറയുന്നതിനെ ആ കൂടോത്രക്കാരൻ പറയുന്നത് അവൻ വിശ്വസിച്ചാൽ ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ കൊണ്ട് കളവാക്കി അവിശ്വാസിയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. എന്ന് പറഞ്ഞ ഒരുപാട് ആയത്തുകളെ കളവാക്കി കൊണ്ടല്ലാതെ അതിൽ വിശ്വാസിയായിക്കൊണ്ടല്ലാതെ ഒരു ജ്യോത്സ്യന്റെയും കൂടോത്രക്കാരന്റെയും അരികിലേക്ക് പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അവൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് താക്കീത്. മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ പോയി സമീപിച്ചു, അവന്റെ അരികിലേക്ക് പോയി, അവൻ പറയുന്നത് പലതും കേട്ടു, അവനോട് പലതും അങ്ങോട്ട് പറഞ്ഞു, അവൻ പറഞ്ഞത് അനുസരിച്ചു. എന്നാൽ 40 രാത്രിയിലെ നമസ്കാരം അവന്റെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറയാ. ഒറ്റപ്പോക്ക് പോയാ മതി, ഒരൊറ്റ പോക്ക് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയാൽ അത് ഏത് ജാതിക്കാരൻ്റെതാണ്. നമ്മന്റെ ജാതിക്കാരടികളിലേക്ക് പോകാം, മറ്റുള്ള ജാതിക്കാരാണ് ഇപ്പറഞ്ഞത് എന്നതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇത്തരം കേന്ദ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. ഈ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ജ്യോത്സ്യൻ എന്ന പദം ഹുവല്ലദീ യുഖ്ബിറു അനിൽ മുഗൈബാത്ത്,
അദൃശ്യപരമായ കാര്യങ്ങൾ അറിയും, മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയും. അത് ചിന്തയോടുകൂടെ ഇത്തരം കൂടോത്ര ഏർപ്പാടുകൾ നടത്തുന്ന ആളുകളാണ് ഇവരൊന്നും. അത് കാരണത്താൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മറ്റൊരു ഹദീസിൽ പറയുന്നത് 40 ദിവസത്തെ അവന്റെ തൗബ തന്നെ അല്ലാഹു തആല സ്വീകരിക്കില്ല. എന്താ വേണ്ടു? ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മന്ത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രോഗമുണ്ടാകുമ്പോ ആയത്തുൽ കുർസിയും അതുപോലെ അല്ലാഹുമ്മ അൻത ഷാഫി തുടങ്ങിയ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങൾ മുഴുവനും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതേ പ്രകാരം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പിന്നെ കൈകളിൽ ഓതി ശരീരത്തിൽ തടവാൻ, അതിനൊക്കെ പേര് കൊണ്ട് വേണമെങ്കിൽ മന്ത്രം എന്ന് പറയാം, റുഖയ്യ എന്ന് പറയാം. അല്ലാതെ ആ ഒരു റുഖയ്യ ശർഇയ്യയുടെ മറബിലാണ്, ഇത്തരം മറബി മാന്ത്രികതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലെ പല ആളുകളും ചെറുതും വലുതുമായ ആളുകൾ, പാവങ്ങളാകുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നത്. ഇത്തരം ചൂഷണങ്ങളെ തിരിച്ചറിയുവാനും അതിനോട് എല്ലാ നിലക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെ എതിർക്കാനും അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകുമ്പോ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാനും അത് പരസ്യപ്പെടുത്തുവാനോ അതിന്റെ ചീത്തയായിരിക്കുന്ന ചിന്തകളെ അത് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനോ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. പല ആളുകളും മിണ്ടാതിരിക്കുക. ഞാനിപ്പോ അത് പറഞ്ഞ എവിടെയെങ്കിലും ഒരു കേന്ദ്രം തുടങ്ങുന്ന സമയത്തൊക്കെ ചെറിയ ഒറ്റയിട്ട ആളുകൾ വരുമ്പോ നമ്മൾ മിണ്ടൂല. കാരണം മിണ്ടിയിട്ടുണ്ട് കുരുത്തക്കേട് തട്ടോ എന്ന ആ ഒരു ചിന്തയാണ് പലരും മിണ്ടില്ല. അവസാനം വലിയ രീതിയിൽ പിടിക്കപ്പെടുകയോ അതേ പ്രകാരം കൊലപാതകങ്ങളും ഒരുപാട് സാമ്പത്തിക മാനഹാനിയും വരുമ്പോഴാണ് അവരുടെ കള്ളത്തരം കുറെ കാലമായി തുടങ്ങിയിട്ട് അന്ന് തന്നെ പറയാമായിരുന്നു എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളുടെ കള്ളത്തരങ്ങളെ സമുദായത്തിൽ തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക. റഹ്മാനായ റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുക. അദൃശ്യപരമായ കാര്യം അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയില്ല എന്ന കൃത്യമായ ബോധമുണ്ടാവുക. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയാൽ എന്റെ ഈമാൻ നഷ്ടപ്പെടും, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെടും, റഹ്മാനായ റബ്ബ് എന്റെ തൗബ പോലും സ്വീകരിക്കുകയില്ല എന്ന ആ ഈമാനികമായ ആവേശം നമ്മുടെ മനസ്സിൽ, നമ്മുടെ നെഞ്ചിൽ കൂടിൽ ഊട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലക്ക് വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസികളായി മരിക്കുവാനും ഇത്തരം മന്ത്രവാദികളുടെ കെണിയിൽ നിന്ന് അല്ലാഹു തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സർവ്വരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയില്ലാതെ ജീവിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. മന്ത്രവാദം പോലെ തന്നെ സമൂഹത്തിൽ പല ആചാരങ്ങളും ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പല സ്റ്റാറ്റസുകളും കാണുമ്പോൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ തിമർപ്പിലാണ് മുസ്ലിം സമുദായം. മുസ്ലിം സ്ഥാപനങ്ങളും അവരുടെ വീടുകളും ഒക്കെ ക്രിസ്മസ് കൊണ്ടുള്ള ഒരു വല്ലാത്ത ആഘോഷം, അപ്പൂപ്പന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫോട്ടോ മുസ്ലിം നല്ല, നമ്മളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. പലരും അതൊക്കെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാക്കി കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണ്. പുൽക്കൂടുകളും നക്ഷത്രവും കേക്കും അപ്പവും കരോളി യാത്രയും അതൊക്കെ നോക്കി നിൽക്കുകയും അതിന് സാമ്പത്തിക മാനസികമായിരിക്കുന്ന പിന്തുണയും ആശംസകളും അർപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിലൊക്കെ വേഗം ആശംസകൾ വരുന്നത്, നമുക്ക് എന്തെങ്കിലും നല്ല ഒരു അഭിനന്ദനങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള ക്രിസ്മസ് അഭിനന്ദനങ്ങളും ആശംസകളുമായിട്ടാണ്. അത് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നമുക്ക് ഇടപെടാൻ പാടില്ല, അവരെ ചീത്ത പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, ഒക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് വിശ്വാസികൾക്കൊരു നിലപാടുണ്ടാകണം. ഇതൊക്കെ എല്ലാവരും മിങ്കിളായി ജീവിക്കുന്ന ഒരു സമൂഹമല്ലേ. ഇവിടെ ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ, എല്ലാവരും ആശംസകൾ കൈമാറുമ്പോൾ ഞാൻ ആശംസകൾ കൈമാറിയിട്ടില്ലെങ്കിൽ, ഞാനതിന് അവരുടെ ജാഥ പോകുമ്പോൾ ഒന്ന് ചിരിച്ച് ഞാൻ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒരു സമൂഹത്തിൽ മോശമല്ലേ എന്ന ഒരു ധാരണ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവർ യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകനാണ്, ഈസാ നബി അലൈഹിസ്സലാം. 5 പ്രവാചകന്മാരിൽ ഏറ്റവും അതിശ്രേഷ്ഠനാണ്. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് അലൈഹിസ്സലാം എന്ന് പറയുന്നവരാണ് നമ്മൾ. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ സ്നേഹിക്കേണ്ടവരാണ്. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ആഘോഷങ്ങളും വിശ്വാസത്തിന്റെയും പുറത്താണ് ഈ ക്രിസ്മസ് കൊണ്ടാടുന്നത്. ദൈവപുത്രനാണെന്നും ദൈവാവതാരമാണെന്നുമുള്ള ഈ ഒരു ചിന്ത അവരുടെ മനസ്സുകളിലുണ്ട്. അതുകൊണ്ട് അത്തരം ആഘോഷങ്ങളിലും ആചാരങ്ങളിൽ നിന്നും തീർച്ചയായും വിശ്വാസികൾ എല്ലാ നിലക്കും വിട്ടു നിൽക്കാൻ കഴിയണം. കാരണം മൻ തശബ്ബഹ മിൻഹും ഫഹുവ മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഒരു സമുദായത്തോട് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സാദൃശ്യമായിട്ടുണ്ടെങ്കിൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ നമ്മൾ അവരുടെ ആളായി മാറും. ഈ ഒരു ചിന്ത തീർച്ചയായും നമുക്കുണ്ടാകണം. മാനസികമായ ഐക്യമുണ്ടാകണം. അതേ പ്രകാരം മാനുഷികമായ സൗഹാർദ്ദം എപ്പോഴും നിലനിൽക്കണം. അതിന് ഒരു വിള്ളലുകളും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് പുഴുക്കുത്തുകൾ ഏൽക്കുന്ന, നമ്മുടെ ആദർശത്തിന് പുഴുക്കുത്ത് ഏൽക്കുന്ന ഒരു ബന്ധവും ഒരു സ്നേഹവും നമുക്ക് ഉണ്ടാകാനും പാടില്ല. അത് കണിശമായ ഒരു വിശ്വാസിയുടെ നിലപാടായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസം